8,82,000 രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം പരാതി നൽകിയത് നിങ്ങളാണ്? ആദ്യം പരാതി നൽകി നമ്മളാണ്. പക്ഷേ ഇപ്പോൾ പ്രൂഫ് വന്നിരിക്കുന്നത് അവർ കൊടുത്തെന്നാണ്. 8 ലക്ഷം രൂപ തട്ടിയെന്ന് പറഞ്ഞല്ലോ, അതിന്റെ കാരണം എന്താ പറയുന്നത്? നമ്മുടെ നിന്ന് അവർ തട്ടിയെന്നാണോ? അവർ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ലീക്ക് ചെയ്യേണ്ട, കാരണം നമ്മൾ അവരുടെ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ യൂഷ്വലി അവരെ കാണും. അതൊക്കെ നാളെ യൂട്യൂബിൽ ട്രെൻഡിങ് വണ്ണാവും എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഇപ്പോൾ ഒരു മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആരും അത് ശരിയാണോ തെറ്റാണെന്ന് ആദ്യം നോക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം, അതായത് നിങ്ങളുടെ സാധാരണഗതിയിൽ അവരുടെ ഫംഗ്ഷനിൽ പങ്കെടുത്ത വിഷ്വലുകൾ പുറത്തു വിടുമെന്ന് ഭയപ്പെടുത്തിയാൽ 8 ലക്ഷം രൂപ കൊടുക്കേണ്ട അത്ര ഒരു സാഹചര്യമുണ്ടോ? അവർ നമുക്ക് ഒരു എന്തോ ഇൻസെൻറ്റീവ് പോലെ നമുക്ക് ക്യാഷ് തരുമായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തരാറുണ്ടായിരുന്നല്ലോ, അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾ ഈ ഓർഡർ പാക്ക് ചെയ്ത പോയിന് അതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ആദ്യം സമീപിച്ചത്. 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കേസ് പിൻവലിക്കും. ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ചോദിക്കുന്നത്, നിങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു, അതായത് ദൃശ്യങ്ങളും ഫോട്ടോകളും പുറത്തു വിടുമെന്നും നിങ്ങളെ യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കി നിർത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണോ നമ്മൾ ഈ പൈസ കൊടുത്തത്? അതെ, അതുകൊണ്ടാണ്. അതൊരു സാധാരണ ദൃശ്യങ്ങളാണ്, മറ്റ് തരത്തിൽ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് കസ്റ്റമേഴ്സ് പേയ്മെന്റ് അയക്കുന്ന ദൃശ്യങ്ങളാണത്. ദിയയുടെ അനുവാദത്തോടെ നമ്മളത് ചെയ്തത്. പക്ഷേ കസ്റ്റമേഴ്സിന് അറിയില്ലല്ലോ അത് ദിയ പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ആ ഭീഷണിയിൽ പേടിച്ചാണ് ഞങ്ങളത് സമ്മതിച്ചത് അവരെടുത്ത്. പിന്നീട് ആ തുക നിങ്ങൾ തിരിച്ചു ചോദിച്ചിരുന്നു? പിന്നീട് ഞങ്ങൾ ആ തുക തിരിച്ചു ചോദിച്ചില്ല, കാരണം ഞങ്ങൾ അവിടെ പോയതിന് ശേഷം ദിയയുടെ പ്ലാൻ വേറെ ഒന്നായിരുന്നു. നമ്മൾ പിന്നീടാണ് അറിയുന്നത് ദിയ ഇങ്ങനെ ആ ദിവസം നമ്മൾ ഇപ്പോഴും ലീഗലി മൂവ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അന്ന് രാത്രി വീണ്ടും ദിവ്യയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് 3000 രൂപയോളം ദിയ വീണ്ടും ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് ഇടുമെന്ന്. ആ ഒരു ഇതായപ്പോഴാണ് നമ്മൾ നാളെ മോർണിംഗ് തന്നെ കേസ് കൊടുക്കുക, ലീഗലി മൂവ് ചെയ്യാന്നുള്ള ഇതിലോട്ട് എത്തുന്നത്. മറ്റൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. ഈ 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല, അല്ല. കാരണം നിങ്ങളെ അപകീർത്തിപ്പെടുത്തും എന്നുള്ള ഒരു ആരോപണത്തിൽ, അല്ല അങ്ങനെ ഒരു പേടിപ്പെടുത്തലിൽ മാത്രം നിങ്ങൾ 8 ലക്ഷം രൂപ കൊടുത്തു. അതാ പറഞ്ഞ അവരെ അതിനനുസരിച്ചുള്ള പ്രൂഫ് ഉണ്ട്. ഇൻസെന്റീവിന്റെ കാര്യം പറഞ്ഞു, ആ ഇൻസെന്റീവും ഇതുമൊക്കെ ആയിട്ട് എന്താ ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷസ് ഒക്കെ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു 20,000 രൂപ എടുത്ത് കൊടുക്കുന്നെങ്കിൽ ഇപ്പോൾ ദിയ പറയാം 5,000 രൂപയൊക്കെ നിങ്ങൾ വെച്ചോ, ബാക്കി 15 ഞാൻ കൊടുത്താൽ മതി. അപ്പോൾ ദിവ്യയുടെ അക്കൗണ്ടിൽ എത്രയാണുള്ളത് അതിനനുസരിച്ച് ദിവ്യയ്ക്ക് കൊടുത്തിട്ട് ബാക്കി ദിവ്യയുടെ അങ്ങനെയാണ് ഓരോരുത്തർക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്കുണ്ടല്ലോ. സാലറി നമുക്ക് 7,000 രൂപയാണെങ്കിൽ അത് കൂടാതെ നമുക്ക് അല്ലാതെ ദിയ ക്യാഷ് തരുന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ട്. ഇൻസെന്റീവിന്റെ പേരിലും അതോടൊപ്പം തന്നെ അപകീർത്തിപ്പെടുത്തുമെന്ന് ഭയപ്പെടുത്തേണ്ട പേരിലുമാണ്. പക്ഷേ അപ്പോഴും ചോദ്യം നിലനിൽക്കുന്ന 8 ലക്ഷം രൂപയാണ്, ഇതൊരു ചെറിയ തുകയല്ല. ഭീഷണിപ്പെടുത്തി അവിടെ വെച്ചിരിക്കും. നമുക്ക് അത്ര നമ്മൾ സാധാരണക്കാരെ പോലെ ചിന്തിക്കുന്നത്, നമ്മൾ അത്രയും പ്രോ ആയിട്ട് ചിന്തിക്കത്തില്ല ആ ടൈമിൽ. അവരിങ്ങനെ അത്രയും ആൾക്കാർ നിൽക്കുന്നു, പോലീസുകാർ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പുറത്ത് വിടുന്നില്ല. വീട്ടിൽ വിളിച്ച് എൻ്റെ ഗോൾഡാണ് എല്ലാം പണയം വെച്ചിരിക്കുന്നത്. അവിടെ ബാങ്കിൽ ഫ്ലോറൻസ് എന്നൊരു ബാങ്കിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ പ്രൂഫൊക്കെ പണയം വെച്ചിട്ട് പണവുമായി ചെന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ ബന്ദിയാക്കിയത്? അല്ല, പണം കൊടുക്കുന്നതിന് മുന്നെയാണ് ബന്ദിയാക്കിയിട്ട് ഒരാളെ മാത്രമാണ് പുറത്ത് വിട്ടത്. ഇവരെ കിട്ടണമെങ്കിൽ ക്യാഷ് കൊണ്ടുവരണം. അപ്പോൾ എന്തൊക്കെയാണ് ഇത്രയൊക്കെ നിയമപരമായി അല്ലെങ്കിൽ പോലീസിനെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തുകൂടായിരുന്നു? പൈസ വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി പുറത്ത് വല്ല ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് 4 പേരാണ്. നിങ്ങൾ എത്ര പേരാണ്? 5 പേര്. 5 പേരിൽ 4 പേരെ പിടിച്ചു വെച്ചു, ഒരാളെ പുറത്ത്. അതിനുശേഷം പണം കൊടുത്തതിന് ശേഷം മാത്രം പുറത്തേക്ക് വിട്ടു. അതെ. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലാണോ? പിന്നീട് ഞങ്ങൾ പൈസ കൊടുത്തതിന് ശേഷം ഞങ്ങൾ രാത്രി എന്ന് വെച്ചാൽ അവർ ഞങ്ങളുടെ 3 ചെക്കുകളായിട്ട് തരണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. നമ്മൾ പിന്നീട് അതൊന്നും വീട്ടുകാരുടെ അടുത്ത് നമ്മൾ ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് അറിയിക്കാൻ വേണ്ടിയാണ് പോയത്. അന്ന് രാത്രി ദിയ വീണ്ടും മെസ്സേജ് അയച്ച പൈസയുടെ കാര്യം ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ 3000 രൂപ വീണ്ടും ചോദിച്ചപ്പോഴാണ് നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അതെ, അതുകൊണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങുമായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഇതിനെപ്പറ്റി ആലോചിക്കാനാണ് ഇരുന്നത്. പക്ഷേ ദിയ അന്ന് രാത്രി തന്നെ വീണ്ടും അടുത്ത കാര്യമായിട്ട് പോസ്റ്റ് ഇടൊന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയായിരുന്നു. ആദ്യം ഇതൊരു പ്രശ്നമാക്കണ്ട എന്നായിരുന്നു നിങ്ങളുടെ ചിന്താഗതി? ഞങ്ങളുടെ ചിന്ത അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾക്ക് വീട്ടുകാരുടെ സംസാരിക്കുന്ന ടൈം വേണമായിരുന്നു. ഞങ്ങൾ ഇതുവരെ വീട്ടുകാരത് അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അറിയിക്കുന്നവരുള്ള ഒരു ടൈം അവരെന്ത് നിർദ്ദേശമാണോ തരുന്നത് അതിനനുസരിച്ച് നീങ്ങാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ ആദ്യത്തെ പരാതിയിൽ നിങ്ങളുടെ 8 ലക്ഷം രൂപ വാങ്ങിയത് പോലീസിൽ പറഞ്ഞിരുന്നു. 8,82,000 രൂപ. പോലീസ് തന്നെ ക്യാഷ് കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ വന്ന് അറിയിച്ചൂടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് അതിനേക്കാളും പിടിപാടുണ്ട്. നമ്മളിപ്പോൾ എന്ത് അതൊരു ചോദ്യമല്ല. അതായത് നിങ്ങളെ 5 പേരുണ്ടാകുന്നവർ ഒരാളെ പുറത്ത് പണയം വെക്കാൻ വിട്ടു. ആ സമയത്ത് ഒരാൾ പുറത്ത് ഫ്രീ ആണ്. അയാൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ലൊക്കേഷൻ എവിടെയാണെന്ന് പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു. ഇല്ല, അത്തരത്തിൽ പോലീസിൽ ബന്ധപ്പെട്ടു. പോലീസിൽ ബന്ധപ്പെട്ടില്ല. പക്ഷെ ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾ അകപ്പെടുത്തി വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഒരാൾ പുറത്തിറങ്ങിയല്ലോ, ആ പുറത്തിറങ്ങിയ ഒരാൾക്ക് നിങ്ങൾ അവിടെ നിന്ന് താനെയാണല്ലോ ഈ പണയം വെക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അത് തന്നെ പറഞ്ഞത് ദിയയുടെ ഫ്ലാറ്റിൽ നിന്നാണ് നമ്മൾ എവിടെ പോകുന്നത്? കൃഷ്ണകുമാർ സാർ പറഞ്ഞ ഒരു സ്ഥലത്തോട് പോകുന്നത്. അപ്പോൾ കൃഷ്ണകുമാർ സാറിൻ്റെ കാറിലായിട്ട് എന്നെയും ദിവ്യേനെ ഒരു കാറിൽ, യാദുവിനെ ഒരു കാറിൽ, പിന്നെ അങ്കിളിനെ വേറൊരു വണ്ടിയിലായിട്ടാണ് കൊണ്ടുവരുന്നത്. അവിടെ എൻ്റെ ഹസ്ബൻഡ് വരുന്നില്ല. ഹസ്ബൻഡിനെ അപ്പോഴാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ലൊക്കേഷൻ അറിയില്ല ഞങ്ങൾ എവിടെയാണെന്ന്. ഞങ്ങളെ വിളിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു. നിങ്ങൾ എല്ലാവരുടെയും ഫോൺ അവരുടെ കസ്റ്റഡിയിലായിരുന്നു? എല്ലാവരുടെ ഫോൺ അവരെ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചാണ് 8 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത്. 8 ലക്ഷം ആയിട്ടാണ് തുക ചോദിച്ചാൽ എന്തൊക്കെയുണ്ട് അതൊക്കെ വെച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞത്.